സാഹചര്യങ്ങളിൽ കൂടെ വിശ്വാസികളൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമായിരിക്കുന്ന കാര്യമാണ്. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും രോഗമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും എല്ലാം കർത്താവിൻ്റെ അറിവോടും അനുഭാവത്തോടുമാണ് എന്നുള്ളതാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന വിഷയം. നമുക്കൊന്നിച്ച് ചിന്തിക്കുവാനായിട്ട് പുറപ്പാട് പുസ്തകം അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കാം എന്ന് വിചാരിക്കുന്നു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. മതി. ഇവിടെ ഞാൻ വായിച്ച വേദഭാഗത്ത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ ചെയ്ത ഒരു പ്രത്യേക കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത യാത്രയിൽ രഫീദീമിലെത്തി എന്നാണ്. അപ്പൊ അവരെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവയുടെ കൽപ്പന പ്രകാരം യാത്ര ചെയ്തു എന്നാണ്. ഇതെല്ലാ വിശ്വാസികളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് മനുഷ്യ നിലയിൽ പറഞ്ഞാൽ വലിയ അത്ഭുതമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതം, നമ്മുടെ എല്ലാ ശൈലികളും ദൈവത്തിന്റെ കൽപ്പന പ്രകാരമായിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായിരിക്കണം. അടുത്ത വാക്ക് വായിക്കുന്നത് അങ്ങനെ അവരുടെ യാത്രയിൽ രഫീദീമിലെത്തിയെന്നാണ്. രഫീദീമിലെത്തി പാളയമിറങ്ങി. രഫീദീമിലെത്തി പാളയമിറങ്ങി എന്ന് പറഞ്ഞാൽ ആ വാക്കിനൊരു അർത്ഥമുണ്ട്. രഫീദീം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ദ പ്ലേസ് ഓഫ് റെസ്റ്റ്, സ്വസ്ഥതയുടെ സ്ഥലമെന്നാണ്, ആശ്വാസത്തിന്റെ സ്ഥലമെന്നാണ്. അപ്പോൾ ഓരോ വിശ്വാസികളും ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകും. അത് ദൈവം അവർക്ക് കൊടുക്കുന്ന ഫലമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനപ്രകാരം അല്ല ജീവിക്കുന്നെങ്കിൽ ന്യായമായി സ്വസ്ഥത പ്രതീക്ഷിക്കണ്ട, അതിൻ്റെ ആയിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാവില്ല. അങ്ങനെ വേണമല്ലോ. മാത്രമല്ല, നമ്മള് വചനപ്രകാരം ജീവിക്കുന്നില്ലെങ്കിൽ നമ്മളെ ദൈവം അസ്വസ്ഥരാക്കുന്നത് മാത്രമല്ല, നമ്മോട് ചേർന്ന് നിൽക്കുന്നവർക്കും അതിന്റെ അസ്വസ്ഥത അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ദേശത്താണെങ്കിലും ആസ്വാദ്യകരമായ ജീവിതം നയിപ്പാൻ കഴിയാതെ വരും. അതിൽ നമ്മൾ ഉത്തരവാദികളാണ്. അതങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അതാണ് നമുക്കതിൽ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം. എന്നാൽ ഇങ്ങനെ കൽപ്പനപ്രകാരം യാത്ര ചെയ്തു, സ്വസ്ഥതയും ആശ്വാസം ഉണ്ടായി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് അങ്ങ് പൊക്കോളും, ശാന്തമായിട്ട് അങ്ങ് പൊക്കോളും എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വാക്യം മുഴുവൻ നമ്മൾ വായിച്ചില്ല. വായിച്ചോ? ഇല്ല. ഒരു വാക്ക് ബാക്കിയുണ്ട്. ഇതാ, അവളുടെ ജനത്തിന് കൊടുക്കാൻ. എടാ, ഇതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ യഹോവയുടെ കൽപ്പന പ്രകാരം ജീവിക്കുന്ന ഒരാളാണല്ലോ, ഞങ്ങൾ കൽപ്പന പ്രകാരം യാത്ര ചെയ്തവരാണല്ലോ, ഞങ്ങൾ വഴിയൊന്നും തെറ്റിച്ചില്ലല്ലോ, ഞങ്ങൾ അനുസരണക്കേട് കാണിച്ചില്ലല്ലോ. മാത്രമല്ല, അങ്ങനെ ഞങ്ങള് യാത്ര ചെയ്തതിന്റെ ഫലമായിട്ട് ഞങ്ങളിപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുക, ഞങ്ങൾക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ ആത്മീയ കാര്യമാണ്. ആത്മീയ കാര്യം മെച്ചമായിരിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടുന്നില്ല. ശരീരത്തിന്റെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത്, ദാഹം തീരാനാണ്. വെള്ളമില്ല എന്ന് പറയുമ്പോൾ അതൊരു കഠിനമായ കാര്യമാണ്. ഇനി ആഹാരമില്ലെങ്കിലും നമുക്ക് ഒരു ദിവസമൊക്കെ കഴിച്ചു കൂട്ടാം, വെള്ളമില്ലെങ്കിൽ ബുദ്ധിമുട്ടാം. നോക്കണം, അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ, അതെന്താ ഇങ്ങനെ സംഭവിച്ചത്? ഞങ്ങൾ കൽപ്പനപ്രകാരം യാത്ര ചെയ്തിട്ട്, കൽപ്പനപ്രകാരം യാത്ര ചെയ്തപ്പോൾ അതിന്റെ ഫലമായി സമാധാനത്തോടെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമുള്ള ആരോഗ്യമില്ല, തൃപ്തി ഉണ്ടാകുന്നില്ല, ശരീരത്തിന് ബലമുണ്ടാകുന്നില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുന്നില്ല. ഇത് സാധാരണ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു ചിത്രമാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും കൽപ്പനപ്രകാരം ജീവിക്കുന്നത് കൊണ്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സമയത്ത് നടക്കണമെന്നില്ല. പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങള്, കഷ്ടതകള്, രോഗങ്ങള് ഒക്കെ നമുക്കുണ്ടാവും. നമ്മളിപ്പോ കേട്ട കാര്യം അങ്ങനെ തന്നെയാണല്ലോ. ഷാദ്മാമയുടെ വീട്ടില് ഒരാൾക്ക് സുഖമില്ലാതിരിക്കുക, ആ ചികിത്സ കഴിഞ്ഞ് സൗഖ്യം പ്രാപിച്ചു വരുന്നതേ ഉള്ളൂ.
അവരാശ്വാസമാണ്. സൗഖ്യം പ്രാപിച്ച് വരുന്നതിൽ ഒരു ആശ്വാസമാണ്. അപ്പോഴാണ് അടുത്ത ആളിന്റെ കാര്യം വരുന്നത്. അടുത്ത ചെക്കപ്പിന് പോവാ, എന്താ റിസൾട്ട് നമുക്കറിയത്തില്ല, എന്താ ചികിത്സ നമുക്കറിയത്തില്ല. തമ്പുരാൻ അനുവദിക്കാതെ അല്ല ഇത് വരുന്നത്. നമ്മള് യോഗ്യമായി ജീവിക്കാത്തത് കൊണ്ടല്ല. മനസ്സിലായോ? എന്റെ ജീവിതത്തിൽ ഞാൻ അനുസരണത്തോടെ ജീവിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്ന ആള് തന്നെയാണ്. പക്ഷേ ദൈവം ഇത് അനുവദിക്കുന്നു. ഇതിന് പിൻപിൽ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റിയേ പറ്റൂ. ആ ഉദ്ദേശം എന്താ ചോദിച്ചാൽ, ഈ ജീവിതത്തില് സ്വസ്ഥമായിട്ട് പോകുമ്പോൾ പ്രശ്നമുണ്ടാകുന്നു എന്നുള്ളത് ഒരു സാധാരണ സംഭവമായിട്ട് നമുക്ക് ചിന്തിക്കാം. അതായത് ഉൽപ്പത്തി പുസ്തകത്തില് അബ്രഹാമിനെ വിളിക്കുന്ന ഒരു സംഭവമുണ്ട്. നിന്റെ ചാർച്ചക്കാരെയും സ്വജനത്തെയും പിതൃഭവനത്തെയും വിട്ട് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാം അങ്ങനെ തന്നെ അനുസരിച്ച് യാത്രയായി. ഇത് 12-ാം അധ്യായത്തിന്റെ കാര്യമാണ് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം. അങ്ങനെ പോകുന്ന അബ്രഹാം സമാധാനമായിട്ട് പോകുകയാണ്. ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല, നേരത്തെ കേട്ടിട്ടില്ല, എങ്കിലും എവിടെ പോകുന്ന അറിയത്തില്ല, എങ്കിലും താൻ വിശ്വാസത്താൽ സന്തോഷത്തോടെ പോവുകയാണ്. ആ 12-ാം അധ്യായത്തിൽ ഇപ്പൊ നിങ്ങൾ വായിക്കണ്ട, 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദേശത്ത് ക്ഷാമം ഉണ്ടായെന്ന് വായിക്കുന്നു. കഴിക്കാൻ ആഹാരം വേണ്ടേ? നിന്നെ വലിയ ജാതിയാക്കും. ആ സമയത്ത് മക്കളില്ല, മക്കൾ ഉണ്ടാകണം, തലമുറ ഉണ്ടാകണം, എന്നാലേ വലിയ ജാതിയാകത്തുള്ളൂ. ക്ഷാമം വന്ന് ക്ഷാമം കഠിനമായി സംഭവിക്കാം, മരണം വരെ സംഭവിക്കാം. അപ്പൊ അബ്രഹാം എന്ത് ചെയ്തു? ഈ ക്ഷാമം വന്നപ്പോ അതിനെ അതിജീവിക്കുവാനായിട്ട് മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അനുസരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത പ്രതികൂലം വന്നാൽ അതിനെ അതിജീവിക്കാനായിട്ട് സ്വന്തമായ അഭിപ്രായങ്ങളോ തീരുമാനങ്ങളോ എടുക്കാൻ പാടില്ല. ക്ഷാമം വരട്ടെ, ക്ഷാമം വന്നാല് ഞാനങ്ങ് മരിക്കുമെന്നല്ല ഉള്ളൂ. ഞാൻ മരിച്ചാൽ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റാൻ ദൈവത്തിന് പറ്റുമോ? ഇല്ല. അപ്പൊ അത് വിശ്വസിക്കണമായിരുന്നു. അത് വിശ്വസിച്ചിട്ട് ശാന്തമായിട്ട് അവിടെ തന്നെ നിൽക്കണമായിരുന്നു. അപ്പോഴാണ് അവന്റെ ആ ബലം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയത് കൊണ്ട് ഉണ്ടായ ഭവിഷ്യത്ത് നമുക്കറിയാം. അതുകൊണ്ട് അതിലൊരു പാഠം നമുക്ക് പഠിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മെച്ചമായി പോകുമ്പോൾ, ശാന്തമായി പോകുമ്പോൾ, സമാധാനമായി പോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു തിന്മ അതെന്തുമാകട്ടെ ഉണ്ടാകാം. വീട്ടിൽ നിന്നാകാം, സഭയിൽ നിന്നാകാം, ശരീരത്തിൽ നിന്നാകാം, സാമ്പത്തികമാകാം, എന്തുമാകാം. ആ തിന്മയെ നമ്മൾ വളരെ കൃപയോടും പ്രാർത്ഥനയോടും കൂടെ വേണം അഭിമുഖീകരിക്കുവാനായിട്ട്. ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുക്കുവാനായിട്ട് പാടില്ല. അതാണ് അബ്രഹാം നമുക്ക് തരുന്ന ഒരു പാഠം. ഇനി ഒരാളുടെ കാര്യം കൂടെ പറയാം. ഏലിയാവ് എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ താൻ പറഞ്ഞു, ഞാൻ കൽപ്പിക്കാതെ മഴ പെയ്യത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഴ കേട്ടു. താൻ കൽപ്പിച്ചപ്പോൾ മഴ പെയ്തു. താൻ യാഗം അർപ്പിച്ചപ്പോൾ 850 പ്രവാചകന്മാരെ നിലനിൽക്കുക. അവർ മുമ്പ് വെച്ച് പ്രാർത്ഥിച്ചു, സ്വർഗത്തിൽ തീയിറക്കി ആ യാഗപീഠവും യാഗവസ്തുവും മണ്ണും ദഹിപ്പിച്ചു കളഞ്ഞു. അവർക്ക് സാധിച്ചില്ല, അവരെല്ലാം തന്നെ കൊന്നുകളഞ്ഞു. ഇങ്ങനെ പ്രതാപത്തോടെ നിൽക്കുന്ന ഒരു കാലം, ആത്മീയ നന്മ അനുഭവിച്ച് കർത്താവിന്റെ ദാസനെന്ന് മറ്റൊരു മുമ്പാകെ വെളിപ്പെടുത്തി നിൽക്കുന്ന ഒരു കാലം. ആ സമയത്താണ് ആ രാജാവിന്റെ ഭാര്യ പറഞ്ഞു, നാളെ വരെ ഞാൻ കൊന്നുകളയും. അപ്പൊ താൻ എന്ത് ചെയ്യണമായിരുന്നു? എന്നാ ഒന്ന് കാണട്ടെ എന്ന് പറയണമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, നീ എന്നെ കൊന്നാൽ എനിക്ക് നാളെ പ്രസംഗിക്കാൻ പറ്റത്തില്ല, എനിക്ക് പ്രസംഗിക്കണോ, ദൈവം എന്നെ ജീവനോട് വെച്ചോളും എന്ന് പറയേണ്ടതിന് പകരം ഈ മനുഷ്യനെ അങ്ങ് നിരാശപ്പെട്ടു. അവിടുന്ന് അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അവിടെ ഒളിച്ചിരിക്കുന്നു, ആകെ അങ്ങ് നിരാശയായി. ഇതിന്റെ ഒന്നും ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. നമ്മളെ ദൈവം വിളിച്ചിട്ട് ഒരു കാര്യം ഏൽപ്പിച്ചാൽ ആ ഏൽപ്പിച്ച ദൈവം ഇന്ന് വരെ നമ്മളെ പരിപാലിച്ചെങ്കിൽ നാളത്തെ കാര്യം അവൻ നോക്കിക്കോളും. അതിന് എന്തുമാകട്ടെ, ശാരീരികമായ വിഷയമാകട്ടെ, സാമ്പത്തിക വിഷയമാകട്ടെ, മാനസിക വിഷയമാകട്ടെ, ശുശ്രൂഷ കാര്യങ്ങളാകട്ടെ, എന്തുമാണ്, നാളത്തെ കാര്യം കർത്താവ് നോക്കിക്കോളും. അതിന് തടസ്സമായിട്ട് മറ്റൊരാൾ വന്നു എന്ന് പറഞ്ഞാലും, ആരെതിരെ സംസാരിച്ചെന്ന് പറഞ്ഞാലും അതിന് നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. പ്രതികരിച്ചാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നുള്ളതല്ലാതെ യാതൊരു ഗുണവുമില്ല. അപ്പൊ 2 പാഠങ്ങൾ നമുക്ക് കിട്ടി. ഒന്ന് അബ്രഹാമിന്റെ നിന്നും, മറ്റത് ഏലിയാവിന്റെ നിന്നും. ദൈവം അനുവദിക്കുന്ന പ്രതികൂലമാണ്, ദൈവം അനുവദിക്കുന്ന ആനുകൂല്യമാണ്. അത് രണ്ടും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് പോകുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. നമ്മുടെ ആയിട്ടുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ല. നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിച്ചത്. 2ഉം 3ഉം വാക്യം നോക്കിക്കേ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം. വെള്ളമില്ലാതെ വന്നപ്പോൾ അവരെങ്ങനെ പ്രതികരിച്ചു? അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളം തരിക
എന്ന് കലഹിച്ചു പറഞ്ഞു. ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ വാക്യം, ജനത്തിനെ അവിടെ വെച്ച് നന്നാ ദാഹിച്ചത് കൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. എന്നിട്ട് പറയുന്നു, ഞങ്ങളും മക്കളും ഇവിടെ കിടന്ന് മരിക്കും. ഞങ്ങളെ എന്തിനാ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത്? നോക്കണം, വെള്ളമില്ലാതെ വന്നു എന്ന ഒരു കുറ്റം, ഒരു കുറവ്, അത് കുറവാണ് സമ്മതിച്ചു. പക്ഷെ വാ തുറന്ന് അതിനെതിര് പറയുന്നതിന് മുൻപ് ഒരു നിമിഷം ചിന്തിക്കണമായിരുന്നു. 14-ാം അധ്യായത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തെന്നറിയാമോ? ചെങ്കടലിനെ വിഭാഗിച്ച് ഇവരെ അക്കരെ കടത്തിയ ദൈവം. 15-ാം അധ്യായത്തിൽ ഇവർ ഒന്നിച്ച് പാട്ട് പാടിയിട്ടുണ്ട്. ആ 15-ാം അധ്യായത്തിൽ മാറിയിലെത്തിയപ്പോൾ വെള്ളം കയ്പായിരുന്നു. ഒരു മരം കാണിച്ചു കൊടുത്തു, അതിന്റെ കൊമ്പ് വെട്ടിയിട്ടപ്പോൾ ആ കയ്പുള്ള വെള്ളം മധുരമായി തീർന്നു. ആ അധ്യായത്തിൽ തന്നെ ഈന്തപ്പഴമുള്ള സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവന്ന് വായിക്കുന്നുണ്ട്. 16-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്ന് മന്ന ഒഴിച്ചു കൊടുത്തു, കാടപ്പക്ഷി അയച്ചു കൊടുത്തു. അപ്പൊ 14, 15, 16 അധ്യായത്തിൽ എത്ര നന്മ അനുഭവിച്ചു? ഇതെല്ലാം അർഹിക്കാത്ത നന്മകളാണ്, പ്രതീക്ഷിക്കാത്ത നന്മകളാണ്. അത് എവിടെയാ? മരുഭൂമിയിലാണ്. മരുഭൂമിയിൽ ഇത്രയും നന്മ അനുഭവിച്ചിട്ട് 17-ാം അധ്യായത്തിൽ ഒരു സ്ഥലത്ത് വന്ന് അങ്ങോട്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വെള്ളമില്ല. അപ്പൊ എന്ത് ചെയ്യണം? ന്യായമായി ചെയ്യേണ്ടത് ഒന്ന് തിരിഞ്ഞു നോക്കണം. കഴിഞ്ഞ ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ കർത്താവ് ഞങ്ങളെ അവിടെ നിന്ന് നടത്തിക്കൊണ്ട് വന്നിട്ട് അവൻ എങ്ങനെ ഞങ്ങളെ നടത്തിയത്? എത്ര ശ്രേഷ്ഠമായി നടത്തി, അത്ഭുതകരമായ കാര്യങ്ങൾ ഞങ്ങൾ ജീവിതം ചെയ്തില്ലേ? അതുകൊണ്ട് ഈ വെള്ളമില്ല എന്ന പ്രശ്നത്തിന് പരിഹാരം കർത്താവ് തരുമെന്ന് വിചാരിച്ച് ശാന്തമായിട്ടിരിക്കണം. അല്ലെ മോശയോട് ചോദിക്കണം, എന്താ അതിന് പരിഹാരം? നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയേണ്ടതിന് പകരം ഇവർ പെറുപുറുക്കും കലഹവും. പ്രിയമുള്ളവർ, ഞാൻ പറയട്ടെ, മുഴുവൻ ആൾക്കാരും അങ്ങനെ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. കുറെ പേരെങ്കിലും കാണും അല്പ പക്വത ഉള്ളവർ, ദൈവത്തെ സ്നേഹിക്കുന്നവര്, ദൈവത്തെ ഭയപ്പെടുന്നവര്. ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ അങ്ങനെ ആയിരുന്നു എന്ന് കൊരിന്ത്യലേഖനം വായിക്കുമ്പോൾ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അവരിൽ മിക്ക പേരിലും ദൈവം. അപ്പൊ എല്ലാവരിലും ആണോ? അല്ല. അതിന്റെ അർത്ഥം എല്ലാവരും ഒരുപോലെ പ്രശ്നക്കാരല്ല. എന്നാൽ അതിൽ നിന്നൊരു വാക്ക് എനിക്ക് ഇവിടുത്തെ സഭയോട് പറയാനുള്ളത്, ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചിലരോ പ്രശ്നക്കാരും പുരുവെറുപ്പുകാരും കലഹക്കാരുമായാൽ പേര് വരുന്ന ആർക്കാ? ഇസ്രായേൽ മക്കൾക്കാ. ആ കലഹത്തിന്റെയും പുരുവെറുപ്പിന്റെയും അനന്തര ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ദുഃഖം അനുഭവിക്കേണ്ടത് അവർ മാത്രമാണോ? അല്ല, സഭ മൊത്തമാണ്. സഭ ഒരു ശരീരമായതുകൊണ്ട് നിശ്ചയമായിട്ടും സഭാവിശ്വാസികൾ എല്ലാവരും ഒരുപോലെ ആത്മീയമായിട്ട് വളർന്നു വരേണ്ടവരാണ്, ഒരുപോലെ ദൈവത്തെ സ്നേഹിക്കേണ്ടവരാ. അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഒരുപോലെ അത് അനുഭവിപ്പാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കണം. ഇത് കുറച്ചുപേരെ പുറപുറത്തു. മാത്രമല്ല, തുറന്നു വായിച്ചാൽ മോശ പറയുന്നു, ഞങ്ങൾ എന്നെ കല്ലെറിയുമെന്നാ പറയുന്നത്. കല്ലെറിയൊക്കെ തക്കവണ്ണം അവർ സംസാരം വരെ വന്നു. ആരെയാ അവരെ അവിടെ വിളിച്ചുകൊണ്ട് വന്ന ഈ മനുഷ്യനെ എന്ന് ചോദിക്കുക. ഞങ്ങളെ അവിടുന്ന് എന്തിനാ കൊണ്ടുവന്നേ? ആ ചോദ്യം കേട്ടാ വിചാരിക്കും, ഞങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ കൊണ്ടുവരാൻ. എന്താ വായിച്ചേ? 3-ാമത്തെ അധ്യായം, പുറപ്പാട് ദിവസം 3-ാമത്തെ അധ്യായം. എന്തിനാ അവിടുന്ന് കൊണ്ടുവന്ന് നോക്കി? 7ഉം 8ഉം വാക്യം. പുറപ്പാട് 3-ന്റെ 7ഉം 8ഉം. മനസ്സിലായോ? കഷ്ടത കണ്ടു, നിലവിളി ഞാൻ കേട്ടു, അങ്ങനെ ഇറങ്ങി വന്നിരിക്കുക അവരെ വിടുവിക്കാൻ. ഇപ്പൊ ചോദിക്കുക, എന്തിനാ കൊണ്ടുവന്നെന്ന്? എന്താ മറുപടി? നീ പ്രാർത്ഥിച്ചിട്ടാ നിന്നെ കൊണ്ടുവന്നേ, നീ കരഞ്ഞിട്ടാ നിന്നെ കൊണ്ടുവന്നേ, നീ നിലവിളിച്ചിട്ടാ നിന്നെ കൊണ്ടുവന്നേ, നിന്റെ കഷ്ടത എന്നെ അറിയിച്ചു, ഞാനത് കണ്ടിട്ടാണ് നിന്നെ കൊണ്ടുവന്നത്. ഇപ്പൊ എന്താ പറയുന്നത്? എന്തിനാ കൊണ്ടുവന്നത്? മനസ്സിലായോ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം നമ്മൾ സാധിച്ചു തന്നില്ലെങ്കിൽ ചോദ്യമാ, എന്തിനാ എന്നെ വിളിച്ചേ, എന്തിനാ എന്നെ രക്ഷിച്ചേ? എത്ര കഠിനമായ ചോദ്യമാണ്, എത്ര മോശമായ ചോദ്യമാണ്. കർത്താവിനോട് മറുചോദ്യം ചോദിപ്പാൻ പാടില്ല. നിശ്ചയമായിട്ടും ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ക്രിസ്തീയ ജീവിതം സമ്മിശ്രമായ അനുഭവമുള്ള ജീവിതമാണ്, എപ്പോഴും ആരോഗ്യമല്ല. നമുക്കറിയാമല്ലോ, നമ്മൾ വിവാഹത്തിന് പോയി സംബന്ധിച്ചിട്ടുണ്ട്. വിവാഹം കഴിച്ചവരുമാണല്ലോ. വിവാഹം കഴിക്കുമ്പോൾ ഒരു ഉടമ്പടി ഉണ്ട്. എന്താ ഉടമ്പടി? സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും. ആര് തമ്മിൽ പറയുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിലാണ്. ഇത് തന്നെ കർത്താവിനോടും പറഞ്ഞത്, യേശുവേ, ഞാൻ നിന്നെ എൻ്റെ കർത്താവായി
സ്വീകരിക്കുന്നു. ബാക്കി നമ്മൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്തുവാ? സുഖത്തിലും ദുഃഖത്തിലും നീ തന്നെ കർത്താവ്, രോഗത്തിലും ആരോഗ്യത്തിലും നീ തന്നെ കർത്താവ്. നമ്മളങ്ങനെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈ കൈ പിടിക്കുമ്പോൾ സത്യം, ആ വാസ്തവം അതിനകത്തുണ്ട്. കർത്താവ് നമ്മുടെ സുഖത്തിൽ മാത്രം നമ്മൾ അവനെ കർത്താവ് സ്വീകരിക്കത്തുള്ളെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാണ്, പ്രയോജനമുള്ളതല്ല. എല്ലാ സാഹചര്യത്തിലും അവനെ കർത്താവെ തന്നെ നാം അംഗീകരിക്കണം. ഇവർക്ക് സംഭവിച്ചൊരു കാര്യം, ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ, നന്മയുണ്ടായ സാഹചര്യത്തിൽ അവരൊരിക്കലും പഴയ കാര്യം പറയുന്നില്ല. അതിങ്ങനെ തിന്നും, മഞ്ഞ തിന്നും, കാടപ്പിടിച്ച കഴിച്ചും ഈന്തപ്പഴം കഴിച്ചുമൊക്കെ സന്തോഷമായിട്ട് പോവാ. കയ്പുള്ള വെള്ളം മധുരമാക്കുമ്പോൾ മധുരമുള്ള വെള്ളം കൂടി സന്തോഷമായിട്ട് പോവാ. അപ്പോഴൊന്നും യാതൊരു കാര്യം വേറെ പറയുന്നില്ല. അല്പം കുറവ് വന്നപ്പോൾ പറയുന്നത് എന്തോ മിസ്രൈമിലെ കാര്യമാണ്. വിശ്വാസികൾ ചിലപ്പം ഇച്ചിരി കഠിനമായ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ചിലപ്പോൾ പറയാറുണ്ട്, ഇതിലും നല്ലത് മറ്റേതായിരുന്നു. ഏതാ മറ്റേത്? ചുമ്മാ അങ്ങ് പറഞ്ഞോളൂ. വിഗ്രഹത്തെ വിട്ടാൽ നമ്മൾ പലരും വിശ്വാസത്തിലേക്ക് വന്നേ. ക്രൈസ്തവ കുടുംബത്തിലാണെങ്കിലും ഹൈന്ദവ കുടുംബത്തിലാണെങ്കിലും വിഗ്രഹാരാധികളാണ്, സമുദായക്കാരും വിഗ്രഹാരാധികളാണ്. നമ്മൾ വിഗ്രഹത്തെ വിട്ട് സത്യത്തിലേക്ക് വന്നവരാ. ഇവിടെ വന്ന് സത്യത്തിൽ നമ്മെ നടത്തുമ്പോൾ നമ്മെ ഒന്ന് ബലപ്പെടുത്താനായിട്ട് അനുവദിക്കുന്ന പ്രതികൂലങ്ങളെ കാണുമ്പോൾ ഉടനെ എന്താ പറയുന്നത്? ഇതിലും നല്ലത് കഠിനമായ വാക്കാ. അവിടുത്തെ കാര്യം പറയേ വേണ്ട, പഴയ കാര്യം പറയേ വേണ്ട, മിസ്രൈമിനെ ഓർക്കേ വേണ്ട. അതിന് കാരണം എന്നറിയാമോ? നമുക്ക് ഒരു ഇരട്ടത്താപ്പ് സ്വഭാവമുണ്ട്, രണ്ട് സ്വഭാവമുണ്ട്. വാക്യം വായിച്ചു, യെശയ്യാവിന്റെ പ്രവചനം 29-ാം അധ്യായം, ഐശയ്യാ 29, 29-ന്റെ വാക്യം. അത് യഹോവ തന്റെ ജനത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ദുഃഖകരമായി പറഞ്ഞ വാക്കാണ്. അടുത്ത് വന്ന് വായ കൊണ്ടും അതരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയത്തെ വളരെ ദൂരെയാക്കിയിരിക്കുക. വെറുതെ പാട്ട് പാടുക, വെറുതെ സംസാരിക്കുക, വെറുതെ പ്രാർത്ഥിക്കുക, വെറുതെ സംസാരിക്കുക. ഇതൊന്നും വാക്ക് മാത്രമേ ഉള്ളൂ, ഹൃദയം ഇവിടെയല്ല. ഹൃദയം മിസ്രൈമില്ല. അങ്ങനെ വരാനായിട്ട് പാടില്ല. ദൈവം അനുവദിക്കാതെ അല്ല ഇപ്പോൾ രഫീദിമിൽ എത്തിയിരിക്കുന്നത്, ദൈവം അനുവദിക്കാതെ അല്ല ഈ വെള്ളമില്ലാത്ത അവസ്ഥ, ദൈവം അനുവദിക്കാതെ അല്ലേ കഷ്ടത എന്നുള്ള ബോധ്യം ഉണ്ടാകണം. അതിലൊരു കാര്യം ഓർത്താൽ മതി. തൊട്ടുമുമ്പ് സംഭവിച്ച കാര്യം എന്നാ? മഞ്ഞ കിട്ടി, കാടപ്പക്ഷിയെ കിട്ടി. അതിനുമ്പ് സംഭവിച്ചതെന്നാ? മധുരമുള്ള വെള്ളം കിട്ടി, ഈന്തപ്പഴം കിട്ടി. അതിനുമ്പ് സംഭവിച്ചതെന്നാ? ആ കടലിലെ ഭാഗം ചിക്കരെ കൊണ്ടുവന്നു. ഇതൊക്കെ പെട്ടെന്ന് ഓർക്കാൻ ഒരു നിമിഷം മതി. ഒറ്റ നിമിഷം അത് ഓർത്തിരുന്നെങ്കിൽ ഈ വാക്ക് പറയത്തില്ലായിരുന്നു. അപ്പൊ എന്റെ സഹോദരന്മാരെ, നമുക്കൊരു കാര്യം ചെയ്യാം. പ്രതികൂലങ്ങളെ വരുമ്പോൾ അങ്ങോട്ട് നോക്കാതെ അതുവരെ അനുഭവിച്ച ആനുകൂല്യങ്ങളെ ഓർക്കാം. അത് ഓർത്താൽ ഒരിക്കലും നമുക്ക് പുറകുറിപ്പാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇത് എല്ലാവരും സംഭവിച്ചാലും ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുപേരെ അങ്ങനെ ചെയ്ത് കാണത്തുള്ളൂ. ഇനി വന്നേ പുറപ്പാട് ദിവസം 12-ാം അധ്യായത്തിലേക്ക് 4-ാം വാക്യം വായിച്ച് അതിന്റെ പരിഹാരം അവിടെ കാണുന്നുണ്ട്. എന്തുവാ? ഇവിടാണ് വ്യത്യാസം. മനസ്സിലായോ? മോശ യഹോവയോട് നിലവിളിച്ചു. തനിക്കറിയേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഈ ജനത്തിനെ ഞാൻ എങ്ങനെ പരിപാലിക്കണം, ഇവർക്ക് എങ്ങനെ വെള്ളം കൊടുക്കണം, തനിക്കറിയേണ്ടത് അതാ. താൻ അവിടെ പെറുവിറുക്കല്ല. ദൈവമേ, ഞാൻ ഇവരെയും കൊണ്ട് വന്നിട്ട് ഇവരെ ചീത്തവിളി ഞാൻ കേൾക്കണോ? ഇവർ കല്ലെറിയാൻ പോവാ എന്നെ, ഞാൻ ആ കല്ലേറി കൊല്ലണോ എന്നല്ല ചോദിക്കുന്നത്. താൻ അതിന് തയ്യാറാ. പക്ഷെ തനിക്കിപ്പോ അറിയേണ്ടത് ഇതിന് പരിഹാരം എന്നാ? താൻ പ്രാർത്ഥിക്കുക. ഇത് നമുക്കൊരു മാതൃകയാണ്. നമുക്ക് മാത്രമല്ല, സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട മാതൃകയായിട്ട്. പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നം ഉണ്ടാകുമ്പോൾ ചർച്ചയല്ല ആവശ്യം, പിന്നെന്തോ ആവശ്യമാണ്? പ്രാർത്ഥന ആവശ്യം. എതിരല്ല ആവശ്യം, പ്രാർത്ഥന ആവശ്യം. വിശ്വാസികളെ പരിപാലിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വിശ്വാസികളെ പറഞ്ഞിരിക്കുന്നത് ആടുകളെന്ന ആടുകൾക്ക് സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം? തെറ്റിപ്പോവാൻ മിടുക്ക ഉള്ള ഒരു കൂട്ടമാണ് ഈ ആടുകൾ. പക്ഷെ മടങ്ങി വരാനോ അറിയത്തില്ല. അതുകൊണ്ട് ഇല്ലയോ, ഒരുത്തനെ 100 ആടുണ്ടായിരുന്നു, ഒന്ന് കാണാതെ പോയി, അതുകൊണ്ട് ഇടയിൽ എന്ത് ചെയ്തു? അവിടെ കുത്തിയിരുന്നു, ഇനി വരട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അല്ല, അന്വേഷിച്ചു പോയാലേ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ വിശ്വാസികളുടെ സ്വഭാവമായി പറഞ്ഞേക്കുന്നത് തെറ്റിപ്പോവാൻ സാധ്യതയുള്ളവരാ, പക്ഷെ മടങ്ങി വരത്തില്ല, അവിടെ ഇരിക്കും. ഇടയന്മാരെന്ത് ചെയ്യണം? ശുശ്രൂഷമാരെന്ത് ചെയ്യണം? വളരെ ക്ഷമയോടെ, സഹിഷ്ണുതയോടെ, പ്രാർത്ഥനയോടെ പോയി സഹകരിക്കണം.
വേറെ മാർഗമൊന്നുമില്ല. ഇതിനെ സഹിച്ചേ പറ്റൂ. മോശ അത് ചെയ്തത്. അയ്യോ, ഇത്ര അത്ഭുതം ഇവർ കണ്ടിട്ട് ഇതുകൾ എന്തായി പറയുന്നത്, എത്ര നന്ദിയായിട്ട് ആൾക്കാരൊന്നും പറഞ്ഞില്ല. പറഞ്ഞോ? ഒന്നും പറഞ്ഞു. മോശക്ക് ഒരു വെറുവെറുപ്പുമില്ല, മോശക്ക് ദേഷ്യമില്ല. മോശ പ്രാർത്ഥിക്കുക, ദൈവമേ ഞാൻ എന്താ ചെയ്യേണ്ടി. ഇത് നമുക്കൊരു മാതൃകയായിട്ട്, ഇത് ഞാൻ പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ സഹോദര സഹോദരന്മാർക്കും ഇതൊരു മാതൃകയാകട്ടെ. പ്രതികൂലം വരും, പ്രയാസം വരുമ്പോൾ അത് എന്തുകൊണ്ടെന്ന് ഓർത്ത് ഭാരപ്പെട്ടിരിക്കാതെ ദൈവത്തോട് ചോദിച്ചത്, എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇത് അനുവദിച്ചത് എന്തിനാ? പ്രാർത്ഥന, ബൈബിൾ വായിക്കുക, ദൈവസന്നിധി സമയം ചെലവഴിക്കുക. കർത്താവ് കാര്യം ബോധ്യപ്പെടുത്തി തരും, പരിഹാര മാർഗം അവൻ തരും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിന് ഒരു പരിഹാര മാർഗം പറഞ്ഞെന്തോ? 5-ാമത്തെ വാക്യം, യഹോവ മോശയോട് അഞ്ചാമത്തെ വാക്യത്തിൽ 2-3 കാര്യം പറഞ്ഞു. മോശയോട് പറയുക, നിന്റെ കൂടെ ചിലരെ കൂടെ നീ വിളിച്ചോണം. ഈ മൂപ്പന്മാരെന്ന് പറയുമ്പോൾ പുതിയ നിയമസഭയിൽ മൂപ്പന്മാരുണ്ട്, അതല്ല അവിടുത്തെ മൂപ്പന്മാര്. അവിടെ ഉദ്ദേശിക്കുന്ന മൂപ്പന്മാര് പക്വതയോടെ, പരിജ്ഞാനത്തോടെ, ദൈവഭയത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിലരാ ഉദ്ദേശിക്കുന്ന മൂപ്പന്മാരുണ്ട് അവിടെ. ഇവിടെ അങ്ങനെ തന്നെയാ. സഭയിലും മൂപ്പന്മാര് പക്വതയോടെ, ദൈവബോധത്തോടെ കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ്. അപ്പൊ മോശയോട് പറഞ്ഞിരിക്കുന്നത്, നീ ജനങ്ങളിൽ കുറച്ചുപേരെ കൂട്ടിക്കൊള്ളനാണോ പറഞ്ഞേ? അല്ല. ഈ കാര്യത്തിൽ ഭാരമുള്ളവരുണ്ട്, നിന്നോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, പക്വതയുള്ളവരുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യണം. എപ്പോഴും ദൈവദാസന്മാരുടെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ സഭയിൽ ഉണ്ടായിരിക്കണം. സഭയിൽ പ്രയാസങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം, പ്രതീക്ഷിക്കാത്ത തിന്മകൾ വരാം. ആ സമയത്ത് അഭിപ്രായം പറയാനും മറ്റും സമയം ചെലവഴിക്കാതെ ആ സഭയിൽ ശുശ്രൂഷിക്കുന്നവരോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ, അവർക്ക് സപ്പോർട്ട് ചെയ്യുവാൻ, സാരമില്ല ഈ കാര്യത്തിൽ ദൈവം പരിഹരിച്ചു തരുമെന്ന് പറയുവാൻ എപ്പോഴും 4 പേര് കൂടെ ഉണ്ടായിരിക്കണം. അത് സഹോദരിമാരാണെങ്കിലും അവർ സഭയിൽ പരസ്യ ശുശ്രൂഷയ്ക്ക് കഴിയത്തില്ലെങ്കിലും രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയിൽ പിൻബലമായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാര് സഭയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ സാധിക്കത്തുള്ളൂ. എന്നും ഒരുപോലെ ആയിരിക്കത്തില്ല എന്നുള്ള കാര്യം വളരെ ഗൗരവത്തോടെ നാം ഓർക്കണം. എന്നിട്ട് പറഞ്ഞു തരാമോ, നീ 5-6 മൂപ്പന്മാരെ വിളിക്കണം. പിന്നെന്താ പറഞ്ഞേ? നിന്റെ വടി, ഈ വഴക്കുണ്ടാക്കിയവരുടെ നീ കുന്തം കൊണ്ട് വരാന്ന് പറഞ്ഞേ? അല്ല, വാൾ കൊണ്ട് വരാന്ന് പറഞ്ഞേ? പിന്നെന്തുവാ? ഈ വടി ഏത് വടിയാ? ഈ വടി അല്പം ദിവസം മുമ്പ് ചെങ്കടലിന് മുകളിൽ നീട്ടി രണ്ടാക്കിയതാ, അനുഭവിച്ചു കൊടുത്തതാ. അതിനല്പം മുമ്പ് വെള്ളത്തെ രക്തമാക്കിയതാ. അതിനല്പം മുമ്പ് ഈ വടി സർപ്പമാക്കിയതാ. അതിന് കുറച്ചാൾ മുമ്പ് ഈ വടി കൊണ്ട് ആടുകളെ, മനസ്സിലായോ? മനുഷ്യന്റെ മുമ്പാകെ നിസാരമായിരിക്കുന്ന ഒരു വടി, വിലയില്ലാത്തൊരു വടി. ആദ്യം പറഞ്ഞാൽ നാറുന്ന വടി, ആടിനടിച്ച വടി നാറുന്നതാ. മനസ്സിലായോ? നിനക്കതേ ഉള്ളോ? നിനക്കതിനെ പ്രാപ്തിയുള്ളോ? ഉള്ളതെടുത്തു. ഇതല്ലയോ ഞാൻ നിന്നെ ഇതുകൊണ്ടല്ലേ ഉപയോഗിച്ചത്, ഇത് തന്നെ നീ കയ്യിലെടുത്തു. നിനക്കുള്ളത് കൊണ്ട് നീ വാ. ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും ഒരുപോലെ പ്രാപ്തന്മാരായിരിക്കുകയില്ല, നമ്മളെല്ലാവരും ഒരുപോലെ ശക്തന്മാരായിരിക്കുകയില്ല, നമ്മളെല്ലാവരും ഒരുപോലെ പരിജ്ഞാനികളായിരിക്കുകയില്ല. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒരു രോഗം വന്നാൽ എന്ത് ചെയ്യണം, പ്രശ്നം വന്നാൽ എന്ത് ചെയ്യണം, സാമ്പത്തിക ക്ലേശം വന്നാൽ എന്ത് ചെയ്യണം, ഒരു ഭിന്നത വന്നാൽ എന്ത് ചെയ്യണം, ഈ കാര്യത്തിന് നമുക്ക് വേണ്ടത്ര പരിജ്ഞാനം കാണത്തില്ല. പക്ഷെ എന്തുണ്ട്? ദൈവാശ്രയമുണ്ടോ? അത് മതി. ഒരു വടി ഉണ്ടോ നിനക്ക്? കഴിഞ്ഞ കാലങ്ങളിൽ നീ എന്തെങ്കിലും നിന്നെക്കൊണ്ട് കർത്താവ് ചെയ്യിപ്പിച്ചെന്ന് ബോധ്യമുണ്ടോ? അത് നീ കയ്യിലിടെ. 5000 പുരുഷന്മാരും പിന്നെ സ്ത്രീകളും കുട്ടികളുമുള്ള വലിയൊരു സമ്മേളനത്തിൽ കർത്താവ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവർക്ക് ആഹാരം കൊടുക്കണം. ഒരാൾ ചോദിച്ചു, എവിടെ നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കും? ഒരാൾ പറഞ്ഞു, എത്ര എണ്ണം കൊണ്ട് കൊടുക്കാൻ പറ്റും? കർത്താവ് ചോദിച്ചു, എന്തുണ്ട്? അപ്പൊ പറഞ്ഞു, ഒരു ബാലന്റെ കയ്യില് 5 അപ്പമുണ്ട്. അപ്പൊ ആൾക്കാർ വിചാരം എന്താ, ഇത് എന്തു ചെയ്യാനാണ്? 5 അപ്പം ഉണ്ടോ? അതങ്ങോട്ട് കൊടുക്കും. ഒരു വടി ഉണ്ടോ? അതങ്ങോട്ട് എടുക്കും. നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട് എന്നുള്ളതല്ല വിഷയം, ഉള്ളത് ഉപയോഗിക്കുവാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. ദാവീദ് ഗോലിയാത്തിനെ കൊല്ലാൻ ഉപയോഗിച്ചത് എന്തുവായിരുന്നു? ഒരു കല്ല്. കവടയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഒരു കല്ല്. അവിടെ ഇരിക്കുന്ന എന്തുവാ? ചിന്തിക്കാൻ പോലും വയ്യാത്ത അത്രമാത്രം ശക്തമായ ആയുധങ്ങളാണ്. അപ്പോ നമ്മൾ മുൻപോട്ട് പോകുന്നതും പ്രശ്നത്തെ വിജയിച്ചു പോകുന്നതും നമ്മുടെ കഴിവുകൊണ്ടല്ല. നമുക്ക് എന്തുണ്ടോ, നമുക്ക് ആകെ ഉള്ളതൊരു വിശ്വാസമാണ്, അല്ലേ?
ആ വിശ്വാസം ദൈവം നമുക്ക് ദാനമായി തന്നതാ. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നമ്മള് നഷ്ടപ്പെട്ടു പോയ ആടുകളായിരുന്നല്ലോ, അതിനെ ഇടയൻ കണ്ടെത്തി വീട്ടിലെത്തോളം എവിടെ വെച്ചിരിക്കുക? അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുക, തോളിലിരിക്കുക. ഞാൻ കർത്താവിന് തോളിലിരിക്കുന്ന ഒരു ആടാണ്. എന്നെ ഞാൻ വീട്ടിലെത്തിക്കുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഒരൊറ്റ പ്രശ്നവും നമ്മളെ തളർത്തി കളയത്തില്ല, ഒരൊറ്റ രോഗവും നമ്മളെ തളർത്തത്തില്ല, ഒരു കഷ്ടത നമ്മളെ തളർത്തത്തില്ല, ഒരു പ്രതികൂലം നമ്മളെ വീഴ്ത്തി കളയത്തില്ല. ആ ഒരു ബോധ്യം ഉണ്ടാവണം, ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അത് മതി. അതുകൊണ്ട് കാര്യം സാധിക്കാൻ പറ്റും. ഇനി 5-ാം വാക്യത്തിൽ ഒരു വാക്കൂടെ പറഞ്ഞിട്ടുണ്ട്. 1, മൂപ്പന്മാരെ കൂടെ കൂട്ടിക്കോണം. 2, വടി കയ്യിലെടുത്തോണം. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ജനത്തിന്റെ മുൻപാകെ ഇവിടെ വലിയ കലഹമാണ്, വലിയ ജൈവിളിയാണ്, വലിയ പോരാട്ടമാണ്, ഭയങ്കര ബഹളമാണ്. ആ ബഹളം നടക്കുന്നതിന് മുൻപിൽ കൂടെ നീ എന്ത് ചെയ്യണം? പാസ് ത്രൂ, മുമ്പിൽ കൂടെ നീ കടന്നു പോകണം. എന്ന് പറഞ്ഞാൽ നീ അവരിലും വ്യത്യസ്തനാണെന്ന് അവർക്ക് മനസ്സിലാകണം. എന്റെ പ്രിയ സഹോദരന്മാരെ, നമുക്ക് ഈ കലഹമുണ്ടാക്കുന്ന പിറുപിറുക്കുന്ന വിശ്വാസികളുടെ മുൻപിൽ നേരെ നിൽപ്പാൻ കഴിയണം. അത് ആർക്കുമാകട്ടെ, മൂപ്പനാട്ടെ, സുവിശേഷനാട്ടെ, സഹോദരിമാരാകട്ടെ, ആരുമാകട്ടെ, മറ്റൊരുത്തിന് മുൻപാകെ വ്യത്യസ്തരായിട്ട് എപ്പോഴും നിൽക്കാൻ ശ്രമിച്ചോണം. ഞാനൊരു പ്രശ്നക്കാരനല്ല, ഞാൻ ഒരു പ്രശ്നക്കാരിയല്ല. എനിക്ക് രോഗമോ കഷ്ടമോ പ്രതികൂലം വന്നാലും ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്ന ആളാണ് എന്നൊരു ബോധ്യമുണ്ടായിട്ട് അത് മറ്റൊരുത്തർ കാണണം. നീ ജനത്തിന് മുൻപാകെ നടക്കണം. നടന്നു പോകുമ്പോൾ അവർ നിന്നെ കാണണം. അങ്ങോട്ട് പോകുന്നു. ചിലർ പറയാമായിരിക്കും, അങ്ങോട്ട് പോകുന്നു വടിയും കൊണ്ട്, അല്ലയോ എന്ന് പറയാമായിരിക്കും. പക്ഷെ ചിലരെങ്കിലും പറയാമല്ലോ, മിണ്ടാണ്, ഈ വടി അല്ലയോടെ നമുക്ക് ചെങ്കടല്. അത് കണ്ടവർ ചിലരുണ്ട്, അത് ഓർക്കും ചിലരുണ്ട്. അവർ സമാധാനമായിട്ടിരുന്നോളൂ. മറ്റൊരുത്തർ പരിഹസിക്കുമായിരിക്കും, സാരമില്ല. പരിഹസിക്കുന്നവരുണ്ട്, സമാധാനമായിട്ടിരിക്കുന്നവരുണ്ട്. അവർ മുമ്പാകെ നീ നടന്നു പോകുമ്പോൾ നീ വ്യത്യസ്തനാണ്. നമ്മളെല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കണം. അതിന്റെ പേരാണ് വേർപാടുകാരൻ. മനസ്സിലായോ? എല്ലാവരെയും പോലെ ആകാൻ പാടില്ല. ഒരു വേർപാട് നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം എന്ന പറഞ്ഞതിന്റെ ആശയം. ഇനി നമുക്ക് പരിഹാര മാർഗത്തിലേക്ക് വരാം. പരിഹാരം പറയുമ്പം കർത്താവ് പറഞ്ഞത് നീ മൂപ്പന്മാരെ വിളിക്കണം, വടിയെടുക്കണം, അവർ മുൻപാകെ പോകണം. എന്താ പരിഹാരം? 6-ാം വാക്യം മതി. ഞാനത് വായിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നിർത്തും. ഒരു പ്രാവശ്യം വായിച്ചതാ. ഈ ഒരു സന്ദേശത്തെ പല സ്ഥലങ്ങളിൽ പറഞ്ഞതാ. പരിഹാരം പറഞ്ഞപ്പോ എന്താ ദൈവം പറഞ്ഞെന്നറിയോ? ആദ്യം എന്തുവാ തുടങ്ങുന്ന എങ്ങനെയാ? തുടങ്ങുന്ന എങ്ങനെ വാക്യം? ഞാനാ പരിഹാരം. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് വായിക്കുന്നത്. 6-ാമത്തെ വാക്യം, ബിഹോൾഡ് ഐ സ്റ്റാൻഡ്. നോക്ക്, ഞാനിവിടെ ഉണ്ട്. പരിഹാരത്തിൽ വേറെ എങ്ങും പോകണ്ട. പ്രയാസം വരുമ്പോ, കഷ്ടം വരുമ്പോ വേറെ എങ്ങും പോകണ്ട. കർത്താവ് നമ്മോട് പറഞ്ഞത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. രോഗം വരുമ്പോ കൂടെയുണ്ടോ? ആരോഗ്യമുള്ളപ്പോ കൂടെയുണ്ടോ? സമ്പത്തുള്ളപ്പോ കൂടെയുണ്ടോ? കഷ്ടങ്ങളിൽ കൂടെയുണ്ടോ? എല്ലാവരും നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ കൂടെയുണ്ടോ? എപ്പോഴും കൂടെയുണ്ട്. നമ്മുടെ നന്മ കൊണ്ടല്ല, വാഗ്ദത്തം ചെയ്തവനായതുകൊണ്ട് കൂടെയുണ്ട്. മറുപടി പറയുക, പരിഹാരം പറയുക. ആദ്യം പറഞ്ഞു നീ ഇന്നപോലൊക്കെ ചെയ്യണം. പിന്നെ പരിഹാരം പറഞ്ഞത് ഞാനുണ്ട്. Behold, I am standing on the rock. ഞാൻ പാറയുടെ മുകളിൽ നിൽക്കുക. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. അവ കഷ്ടം അനുവദിക്കുമ്പോൾ ഓർത്തോണം, കർത്താവ് ഏറ്റവും അടുത്തുണ്ട്. അടുത്ത് നിൽക്കുന്നത് ആ കഷ്ടതയിൽ നമ്മെ പ്രത്യേകം സഹായിക്കാൻ വേണ്ടിയാണ്. അത് തന്നെയല്ല, ഒരു കാര്യം കൂടെ ഇതിനു മുമ്പ് സംഭവിച്ച കാര്യം പറയാം. ഇവര് മാറയിലെത്തിയപ്പോൾ മാറയിലെ വെള്ളം കയ്പുള്ളതായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാറയിലെ വെള്ളം കയ്പുള്ളതായിരുന്നു. അതിനെന്തോ പരിഹാരമാർഗം പറഞ്ഞു, ഓർമ്മയുണ്ടോ? അവിടെ ഇവർ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു. മോശ ചോദിച്ചപ്പോൾ മോശം ദൈവം പറഞ്ഞു, ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തല്ലേ. എന്നിട്ട് പറഞ്ഞു, അത് വെട്ടി, അതിന്റെ കൊമ്പ് വെട്ടി ഈ വെള്ളത്തിലിട്ടാൽ അതിന്റെ കയ്പ് മാറി മധുരമായി തീരും. വൃക്ഷം വെട്ടാൻ വേറെ ദൂരെ പോകണോ? വേണ്ട. വൃക്ഷം കാണിച്ചു കൊടുത്താ പറഞ്ഞു. കാണിച്ചു കൊടുത്തു എന്നുവെച്ചാൽ കാണത്തക്ക ദൂരത്തിൽ പരിഹാരമുണ്ട്. മാറയിലെ വെള്ളം കയ്പായപ്പോൾ ആ പാടെ പരിശാനിയായി. ഇതെങ്ങനെ പരിഹാരം ഉണ്ടാക്കുന്നേ? വിഷം കാണിച്ചു കൊടുത്ത് പറഞ്ഞാൽ കാണത്തക്ക ദൂരത്തിൽ പരിഹാരമുണ്ടെന്നർത്ഥം. കഷ്ടപ്പെട്ടെങ്കിലും പോകണ്ട. ഇനി വേറെ രസകരമായ കാര്യമുണ്ട്.
വൃക്ഷമെന്ന് പറഞ്ഞാൽ, മരമെന്ന് പറഞ്ഞാൽ എത്ര നാളുകൊണ്ട് ഉണ്ടാകുന്നതാണ്? 2-3 വർഷമെങ്കിലും വേണ്ടേ? 2-3 വർഷമെങ്കിലും വേണം ഒരു വൃക്ഷമായി വരണമെങ്കിൽ. ഈ വെള്ളം കയ്പാന്ന് ഇറങ്ങിയത് എപ്പോഴാണ്? ഇപ്പോഴാ അവിടെ വന്ന് കുടിക്കാൻ നേരം അറിയുന്നത്. പരിഹാരമാർഗം ഉണ്ടാക്കി വെച്ചിട്ട് എത്ര വർഷമായി? 3-4 വർഷമായി. വില പിടി കിട്ടിയോ? നമ്മുടെ വിചാരം എന്തോ, അയ്യോ ഈ പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കും, ഇതെങ്ങനെ പരിഹാരം ഉണ്ടാകും? എന്റെ സഹോദരന്മാരെ, പരിഹാരം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മളെ പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്നത്. മനസ്സിലായോ? തൊട്ടടുത്ത പരിഹാര മാർഗം ഇരിക്കുന്നത്. കാണിച്ചു കൊടുക്കുക, വെട്ടിയിട്ടാ മതി. കർത്താവ് ആരാണെന്ന് നമ്മുടെ വിചാരം. പലരുടെയും വിചാരം രക്ഷിച്ചു, സ്വർഗത്തിലേക്ക് പോയി, ഇനി വന്ന് കൊണ്ടുവെക്കോളൂ, ഇത്രയൊക്കെയുള്ള കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ പലരുടെയും അറിവ്. അത് പോരാ. അത്ര അറിവുള്ളെങ്കിൽ നമ്മൾ പ്രശ്നത്തിലാണ്, സ്വസ്ഥത ഉണ്ടാകത്തില്ല. ഈ കർത്താവ് സകലത്തിനും മതിയായവനാണ്. അവന്റെ കാര്യപരിപാടികൾ വളരെ ശ്രേഷ്ഠമാണെന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇത് പറയുന്നു, ഞാനാണ് പരിഹാരമാർഗം, ഞാൻ പാറയുടെ മുകളിൽ നിൽക്കും, നീ പാറയെ അടിക്കണം. ഇവിടെ ഞാൻ പാറയുടെ മുകളിൽ നിൽക്കും, നീ പാറ അടിക്കണം. പടികൊള്ളുന്ന ആർക്കാ? അതിന് ഒരു മടി പറയാൻ. ഞാൻ പാറയുടെ മുകളിൽ നിൽക്കും, നീ പാറ അടിക്കണം. അടികൊള്ളുന്ന ആർക്കാ? ഇവിടെ പാറയ്ക്ക് അടി കൊണ്ടതെങ്കിലും അതൊരു ആത്മീയ സത്യം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ക്രിസ്തു എന്ന് വായിച്ച് 1 കൊരിന്ത്യർ 10-4 വാക്യം, 1 കൊരിന്ത്യർ 10-4 വാക്യം. ഈ പാറ എന്ന് പറഞ്ഞാൽ ആരാ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് കാര്യം പറയുക, നമ്മുടെ പിതാക്കന്മാർ കടന്നു വന്നപ്പോൾ വെള്ളം കുടിച്ച കാര്യം. ആ ആത്മീയ പാറയെന്നല്ലോ. ആ പാറ ക്രിസ്തുവായിരുന്നു. മനസ്സിലായോ? ക്രിസ്തു പറഞ്ഞത് ഞാൻ പാറയുടെ മുകളിൽ നിൽക്കാമെന്ന. ഇവിടെ പൗലോസ് പറഞ്ഞത് ആ പാറ തന്നെ ക്രിസ്തുവായിരുന്നു. അത് പറഞ്ഞ അതിന്റെ അർത്ഥം അതിന് ക്രിസ്തുവിന്റെ ഒരു ചിത്രമാണ് ആ പാറ. അന്ന് ആ പാറ അടിക്കപ്പെട്ട് തുറന്ന് വെള്ളം പുറപ്പെട്ട് അവർ കുടിച്ച് തൃപ്തിയായതുപോലെ ക്രിസ്തു എന്ന പാറ ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ തകർക്കപ്പെടുക. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി. അങ്ങനെ തകർക്കപ്പെട്ട പാറയിൽ നിന്ന് ഒഴുകി വന്നതാണ് നമ്മുടെ ആത്മീയ തൃപ്തിക്ക് കാരണമായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം ഇന്ന് ആത്മീയ സന്തോഷത്തോടെ ജീവിക്കുന്നത്. ആ പാറ ക്രിസ്തുവായിരുന്നു. മരിക്കുവാൻ വരുന്ന ക്രിസ്തുവിന്റെ ചിത്രമാണ് ആ നിന്ന ക്രിസ്തു. അതല്ല, പാറയുടെ മുകളിൽ നിന്ന ക്രിസ്തുവിന്റെ ചിത്രം. ഞാൻ അവിടെ നിൽക്കാം, അടിക്കാൻ പറഞ്ഞു. അടിച്ചു. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ട് അവർ തൃപ്തിയായിട്ട് കുടിച്ചു മുൻപോട്ട് പോയി. ഇനിയും ആ ക്രിസ്തുവിനെ കുറിച്ചൊരു വാക്കുകൂടെ പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിലേക്ക് വരാം. ആ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ പറയുന്നു, ക്രൂശിക്കപ്പെട്ട കർത്താവ് മരിക്കുന്ന സമയത്ത് അവിടുത്തെ രീതി അനുസരിച്ച് സന്ധ്യയ്ക്ക് മുമ്പ് ഈ ക്രൂശിക്കപ്പെട്ടവർ മരിച്ചില്ലെങ്കിൽ അവർ മരിക്കത്തക്കവണ്ണം കാലിന്റെ അടിഭാഗത്ത് വെട്ടും, എല്ലൊടിക്കും. ഒടിക്കുമ്പോൾ എല്ലാ ബലവും കൂടെ താഴേക്ക് വന്നിട്ട് രക്തം കംപ്ലീറ്റ് വാർന്നു പോയി പെട്ടെന്ന് മരിക്കും. നോക്കിയപ്പോൾ കള്ളന്മാർ 2 പേരും മരിച്ചില്ല, അവരുടെ കാലിന്റെ അടിഭാഗം വെട്ടി. യേശുവിന്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അവൻ മരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി കാല് മുറിക്കാൻ വന്നവരെ കൊണ്ട് പറ്റിയില്ല. ഇനി അവൻ ദേഷ്യപ്പെട്ട് ചെയ്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും പ്രമാണപ്രകാരമാണ് സംഭവിച്ചിരിക്കുന്നത്. അവന് ഒരു കുത്തൂടെ കൊടുത്തു, സൈഡ് വിലാപ്പുറത്തെ കുത്തി മുറിവേൽപ്പിച്ചു. കർത്താവ് ഉയർത്തിട്ടും കൈകളിലെയും കാലിലെയും വിലാപ്പുറത്തെയും പാടുണ്ട്. മഹത്വമുള്ള കർത്താവിന്റെ ശരീരത്ത് ആ പാടുണ്ട്. അതുകൊണ്ടാണ് തോമസിനോട് പറഞ്ഞത്, നീ അവിശ്വാസിയായിരിക്കാതെ വിശ്വാസിയായിരിക്കുക, എന്റെ കൈപ്പാടുകളെ കാണുക, എന്റെ വിലാപ്പുറത്ത് കൈയിടാൻ പറഞ്ഞു. കൈയിടത്തക്കവണ്ണം ആ പാറ പിളർക്കപ്പെട്ടതാണ്. നമുക്ക് തുറക്കപ്പെട്ട പാറയിൽ നിന്ന് തൃപ്തി മാത്രമല്ല, പിളർക്കപ്പെട്ട പാറയിൽ ഒരു സംരക്ഷണമുണ്ട്. നാം അവനോട് ചേർന്നിരിക്കുന്നവരാണ്. ഒരു പാവി യേശുവിനെ കർത്താവ് സ്വീകരിക്കുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർക്കുന്നു. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. നാം അവന്റെ ശരീരത്തോട് ചേർന്ന് കഴിയും. പിളർക്കപ്പെട്ട പാറയിൽ നമുക്കൊരു അഭയസ്ഥാനം. ഇതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടിയത്? 1, രക്ഷിക്കപ്പെട്ടപ്പോൾ തൃപ്തി ഉണ്ടായി. 2, അവനോട് ചേർന്നിരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ആ നമ്മളാണ് ജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ കഷ്ടങ്ങളോ ഒക്കെ വരുമ്പോൾ പതറിപ്പോകുന്നത്. ആവശ്യമില്ല.
പതറിപ്പോവാൻ ആവശ്യമില്ല. ധൈര്യപ്പെട്ട് നിൽക്കണം. നാം അവനോട് ചേർന്ന് നിൽക്കേണ്ടവരാ. ഇനി 6-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. മതി. അവരടിച്ചു, വെള്ളം പുറപ്പെട്ടെന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ എന്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചൊരു കാര്യമുണ്ട്. ഞാൻ അവിടെ നിൽക്കാം, നീ പാറ അടിക്കണം, വെള്ളം പുറപ്പെട്ട് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുക്ക എന്ന് കർത്താവ് പറയുമ്പം ഇവരുടെ എന്തെങ്കിലും നന്മ കണ്ടുകൊണ്ടാണോ പറയുന്നത്? അപ്പോഴും പിറുവിറുക്കുന്നവരാ, അപ്പോഴും ചിന്താവത് വിളിക്കുന്നവരാ, മോശ കല്ലെറിയാൻ വരുന്നവരാ. ആ പ്രതികൂലമായ സാഹചര്യത്തിൽ നിൽക്കുന്നവര്, ദൈവത്തോട് യാതൊരു നന്ദിയുമില്ലാത്തവര്, ദൈവദാസനോട് ചേർന്ന് നിൽക്കാത്തവര്, പ്രശ്നക്കാരായ ആൾക്കാർക്ക് വേണ്ടി കർത്താവ് പറയുക, അടിക്ക്, തുറക്ക്, കൊടുക്ക്. ഇന്ന് ഞാൻ നിങ്ങൾ അനുഭവിക്കുന്ന നന്മയെല്ലാം നമ്മുടെ ജീവിതത്തിന് മെച്ചം കൊണ്ടെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നമ്മൾ എത്രമാത്രം കുറവുള്ളതെന്നറിയാമോ? അനുഭവിക്കുന്ന നന്മകൾക്ക് നമ്മൾ ഓർത്ത് നന്ദി പറയുന്നവരാണോ? നമുക്ക് ജീവിക്കുന്നിടത്തോളം കഴിവിനൊത്തവണ്ണം നാം ദൈവത്തിന് പ്രയോജനമായി ജീവിക്കുന്നുണ്ടോ? സുവിശേഷത്തിൽ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? മറ്റൊരുത്തരെ സ്നേഹിക്കുന്നുണ്ടോ? ക്ഷമിക്കുന്നുണ്ടോ? സഹായിക്കുന്നുണ്ടോ? സഭയ്ക്ക് എന്തെങ്കിലും പ്രയോജനമായി നാം ജീവിക്കുന്നുണ്ടോ? ചിന്തിച്ചു നോക്കാൻ. ഇതിലൊക്കെ പരിമിതി ഉള്ളപ്പോഴും ദൈവം നമ്മെ സഹായിക്കുന്ന കാര്യത്തിന്, പരിപാലിക്കുന്ന കാര്യത്തിന്, ഓരോ ദിവസവും അന്നും നമ്മളെ കരുതുന്ന കാര്യത്തിന് കുറവ് വരുത്തുന്നുണ്ടോ? വലിയ പ്രശ്നം നടക്കുക, ലക്ഷക്കണക്കിന് ആൾക്കാരെ അവിടെ വലിയ പ്രശ്നമാണ്, പ്രതികൂലമാണ്, പിറുവിറുപ്പാ, കലഹമാണ്, മോശം കല്ല് തുടങ്ങുക. അപ്പോൾ ദൈവം പറയുന്നത് എന്താ? കൊടുത്തരുന്നാ പറയുന്നത് കുടിക്കാൻ. ഇതോ ചിന്തിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവർ, നമുക്ക് എങ്ങനെ ദൈവത്തോട് നന്ദി പറയാതിരിക്കാൻ സാധിക്കും? ഇന്നത്തെ ദിവസവും ഞാൻ നിങ്ങളും അനുഭവിച്ച ആത്മീയ നന്മയോ ഭൗതിക നന്മയോ ശാരീരിക ക്ഷേമമോ എന്തുമാകട്ടെ, അത് നമ്മുടെ നന്മയുടെയോ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചതല്ല, ദൈവമായതുകൊണ്ട് തരുന്നതാ. അവർക്ക് കൊടുത്തെങ്കിൽ നമുക്കും തരും. പക്ഷെ തരുമെന്ന് വിചാരിച്ച് നമ്മൾ അയോഗ്യമായി ജീവിക്കരുത്. തരുമെന്ന് വിചാരിച്ച് ദൈവത്തിനെതിരെ പ്രവർത്തിക്കരുത്, സംസാരിക്കരുത്, സഭയ്ക്ക് ദോഷമായിട്ടൊരു കാര്യവും ചെയ്യരുത്. നാം യോഗ്യമാത്രം ജീവിക്കണം. അതുകൊണ്ട് 2 വാക്ക് അറിയാവുന്ന ഞാൻ പറഞ്ഞു പോട്ടെ. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സമയത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാക്കുണ്ട് റോമാലേഖനത്തിൽ. നാം അഭക്തരായിരുന്നപ്പോൾ, നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം ബലഹീനരായിരുന്നപ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ ക്രിസ്തു തക്ക സമയത്ത് നമുക്ക് വേണ്ടി മരിച്ചു. ഈ 4 അയോഗ്യതയാണ് നമുക്കുള്ളത്. ഈ 4 യോഗ്യതയല്ല, 4 അയോഗ്യത. ഇത് റോമാലേഖനം 5-ാം അധ്യായത്തിലുണ്ട്. ഈ അഭക്തര്, പാപികള്, ശത്രുക്കള്, ബലഹീനര്, ഈ 4 അയോഗ്യത ഉള്ളപ്പോൾ ക്രിസ്തു തക്ക സമയത്ത് നമുക്ക് വേണ്ടി മരിച്ചു. അപ്പൊ നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ നമ്മൾ ആരാ? ഈ അയോഗ്യത മാത്രമുള്ളവരാ. അതുകൊണ്ട് ഇന്നും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അയോഗ്യത വന്നാൽ ആ ദൈവത്തിന്റെ സ്നേഹത്തിന് ഭംഗം വരുന്നില്ല. കാരണം എന്നാ? ദൈവമായതുകൊണ്ട്. ദൈവം നമ്മുടെ നന്മ കണ്ടുകൊണ്ട് നമ്മെ സ്നേഹിക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ആരെങ്കിലും ദൈവത്തെ സ്നേഹിക്കപ്പെടുമോ? ഇല്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ നന്മ കണ്ടുകൊണ്ടല്ല എന്ന് പറഞ്ഞ എന്റെ ആശയം. അപ്പോൾ ഈ 6-ാമത്തെ വാക്യം വരെ 6-ാമത്തെ വാക്യം വരെ വന്ന് വെള്ളം കുടിച്ചപ്പം പ്രശ്നം മാറി, തൃപ്തിയായി. ഇനി അടുത്ത വാക്കൊന്ന് വായിച്ച്. ഒരു വാക്ക് 6-ാം വാക്യത്തില് 8-ാം വാക്യം വായിച്ചു. 8-ാം വാക്യം. രഫീദീമിൽ ചെന്നപ്പോ സ്വസ്ഥമായപ്പോഴാണ് വെള്ളമില്ലാതെ വന്നത്. ബഹളം ഉണ്ടാക്കി, കുറച്ചുപേര് പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു, വെള്ളം കൊടുത്തു, കുടിച്ചു, തൃപ്തിയായി. അപ്പൊ വീണ്ടും അവര് രഫീദീമിന്റെ അനുഭവത്തിലെത്തി. എന്താ രഫീദീമിന്റെ അർത്ഥം? സ്വസ്ഥതയുള്ള സ്ഥലം. അവർ സ്വസ്ഥമായിട്ടിരുന്നു, ദാഹമൊക്കെ തീർന്ന് സ്വസ്ഥമായിട്ടിരുന്നു. സ്വസ്ഥമായിട്ട് ഇരിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അടുത്തെന്താ? അമലേക്ക് വന്ന് മനസ്സിലായോ? ആദ്യത്തെ പ്രശ്നം വെളിയിൽ നിന്നല്ല, അകത്തുനിന്ന്. അകത്ത് വെള്ളമില്ല, പിടിക്കാൻ വെള്ളമില്ല. അതൊക്കെ പരിഹരിച്ചു കൊടുത്തു. പ്രശ്നം ഉണ്ടാക്കിയാലും ചിന്താവ വിളിച്ചാലും ദൈവം പരിഹരിച്ചു കൊടുത്തു. അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ വെളിയിൽ നിന്നുണ്ടാ വരുന്ന യുദ്ധത്തിന് ആൾക്കാർ. ഇതാ ക്രിസ്ത്യൻ ജീവിതം. നമ്മളെ സ്വസ്ഥമായിട്ട് വിടാൻ ദൈവത്തിന് ഇപ്പൊ പദ്ധതിയില്ല.
സ്വസ്ഥത വിട്ടാൽ നമ്മൾ പ്രയോജനമില്ലാത്തതായിട്ട് വരും. നമ്മൾ നിഗളികളായി പോകും. നമ്മൾ ഓരോ നിമിഷവും കർത്താവിൽ തന്നെ ആശ്രയിച്ച് പ്രാർത്ഥിച്ച കർത്താവ് എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ സഹായിച്ചേ പറ്റൂ എന്ന് പറയണം. ആ ദൈവത്തിന്റെ ആഗ്രഹം. ഒരു പ്രശ്നം കൊണ്ട് തീർന്നല്ല ഉള്ളൂ. അടുത്ത വാക്യം വായിക്കുന്നത് രഫീദീമിൽ വെച്ച് തന്നെ. അവിടെ വെച്ചെന്ന് പോലും അല്ല പറയുന്നത്, രഫീദീം എന്ന് പേര് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം സ്വസ്ഥമായിരിക്കുമ്പോൾ തന്നെ യുദ്ധത്തിന് ആൾക്കാർ. മനസ്സിലായോ? യുദ്ധത്തിന് ആൾക്കാർ വന്നപ്പം ഇതിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണെന്നറിയാമോ? മോശയ്ക്കും സഹോദരന്മാർക്കുമാണ്. വിശ്വാസങ്ങൾക്ക് ഒരു അനക്കം പോലും ഇല്ല അവിടെ ആരെങ്കിലും വല്ലതും പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ ശാന്തമായിട്ട് പിന്നെ വായിച്ചു നോക്കൂ. ഈ കലഹക്കാരും പിറുപുറത്തവരും വഴക്കുണ്ടാക്കിയവർക്കും അവരെല്ലാം മിണ്ടായിരിക്കും ഇപ്പം. കാര്യം യുദ്ധം വന്ന എവിടുന്നാ? വെളിയിൽ നിന്നാണ്. ആരോട് പരാതി പറയാനാ? വെള്ളം കിട്ടാതെ ഒന്നും അകത്താ. നീ കൊണ്ടുപോവാ വെള്ളം എന്ന് പറഞ്ഞാൽ അവരോട് വഴക്കുണ്ടാക്കി മോശയോടെ. യുദ്ധത്തിന് ആൾക്കാർ വന്നപ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ ഉണ്ടായിരിക്കുക. മിണ്ടേണ്ടേ മിണ്ടി നോക്കിക്കേ, മിണ്ടേണ്ടേ മിണ്ടി വന്ന് 9-ാം വാക്യം. യുദ്ധം ചെയ്യുക. അപ്പൊ മതി, അത് ആ കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ഈ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്റെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ജയിക്കും, കൈ താഴുമ്പോൾ അമാലേക്ക് ജയിക്കും എന്നൊക്കെ പറഞ്ഞതിന്റെ ആശയം, കൈ ഉയർത്തുക എന്ന് പറയുന്നത് പ്രാർത്ഥനയോട് ചിത്രമാണ്. ഞാൻ എന്റെ കൈ നിങ്ങളിലേക്ക് മലർത്തുന്നു എന്ന സങ്കീർത്തനത്തിൽ പരമാവശം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെല്ലായിടത്തും വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ എന്ന് തിമോഥെയോസിനോട് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൈ ഉയർത്തിയ എന്ന് പറഞ്ഞതിന്റെ ആശയം പ്രാർത്ഥിക്കുക എന്നാണ്. ഇവിടെ രണ്ട് കാര്യം നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. വെളിയിൽ നിന്നൊരു പ്രതികൂലം വന്നപ്പോൾ മോശ പറയാണ് യോശുവോട്, നീ പ്രവർത്തിക്ക്, ഞാൻ പ്രാർത്ഥിക്കാം. നീ പ്രവർത്തിക്ക്, ഞാൻ പ്രാർത്ഥിക്കാം. ആദ്യം അങ്ങനെയായിരുന്നു. അകത്തുനിന്ന് പ്രശ്നം വന്നപ്പോൾ മോശ പ്രാർത്ഥിച്ചിട്ട് പ്രവർത്തിച്ചു. ഞാൻ ശ്രദ്ധിച്ചോ? പ്രാർത്ഥിച്ചിട്ട് പ്രവർത്തിച്ചു. വെളിയിൽ നിന്ന് പ്രശ്നം വന്നപ്പോൾ മോശ പറയുന്നു, നീ പ്രവർത്തിക്ക്, ഞാൻ പ്രാർത്ഥിക്കാം. രണ്ടും കൂടി ചേർത്ത് ഇങ്ങനെ പറയാം. അകത്തുനിന്ന് പ്രശ്നം വന്നാലും പുറത്തുനിന്ന് പ്രശ്നം വന്നാലും പ്രാർത്ഥിക്കുകയും വേണം, പ്രവർത്തിക്കുകയും വേണം. പ്രാർത്ഥിക്കുകയും വേണം, പ്രവർത്തിക്കുകയും വേണം. അതിൽ ആദ്യം ഏത് ചെയ്യണമെന്ന് അന്നേരത്തെ സാഹചര്യം തീരുമാനിച്ചു. മനസ്സിലായോ? ചില സന്ദർഭത്തിൽ കുറേ നാൾ കുത്തി ഇരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് എല്ലാം കുഴപ്പമായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് പ്രാർത്ഥിക്കുകയാണോ വേണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. ദൈവം തന്റെ ബുദ്ധി പോലെ കാര്യങ്ങൾ ചെയ്യണം. മീറ്റിംഗ് തുടങ്ങുമ്പം പ്രാർത്ഥിച്ച് തുടങ്ങണോ, പാട്ട് പാടി തുടങ്ങണോ, അത് സഭയുടെ തീരുമാനമോ? സങ്കീർത്തനം വായിച്ച് തുടങ്ങണോ, അത് സഭയുടെ തീരുമാനമോ? അങ്ങനെ തന്നെ വേണമെന്നുണ്ടോ? അറിയത്തില്ല. മാറ്റിയ വ്യത്യാസം കുഴപ്പമില്ലുണ്ടോ? കുഴപ്പമില്ല. ആത്മാവ് പറയുന്ന പോലെ ചെയ്യാം. അതാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് എഴുതപ്പെട്ട ഒരു പ്രമാണത്തെക്കാൾ ഉപരിയായിട്ട് ദൈവാത്മാവുള്ള ആശ്രയമാണ്. ദൈവം നടത്തുന്നത് പോലെ നടത്തുന്നവനായിരിക്കണം വിശ്വാസികളും സഭയും എന്ന് പറഞ്ഞതിന്റെ ആശയം. മോശ പറഞ്ഞു, നീ പ്രവർത്തിക്ക്, ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയ സഹോദരന്മാരെ, സഭ എപ്പോഴും ഒരു പോരാട്ടത്തിലാണ്. രണ്ടു കാര്യം ഞാൻ പറയാം. സഭ ഈ ഭൂമിയിൽ പരദേശിയായി പാർക്കുന്ന വിശ്വാസികളുടെ കൂട്ടമാണ്. പരദേശികൾക്ക് പലപ്പോഴും പല ആവശ്യങ്ങളുണ്ടാകും. ആ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ പ്രാർത്ഥനയോടെ ജീവിക്കണം. ഇനി സഭ ഈ ഭൂമിയിൽ ഒരു പോരാട്ടക്കളത്തിലാണ്, യുദ്ധക്കളത്തിലാണ്. യുദ്ധത്തിൽ പോരാടം നിൽക്കുന്ന സൈനികർക്ക് ഏത് സമയത്തും ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകാം. പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ സഭയിലുണ്ടാകും. പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ ഭവനത്തിലുണ്ടാകും. പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ വിശ്വാസികളുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് നാം എപ്പോഴും ശാന്തമായിട്ട് പോകുമ്പോൾ പ്രാർത്ഥന കുറയ്ക്കരുത്. ഗൗരവമില്ലാതെ ജീവിക്കരുത്. ശത്രു ഏത് സമയത്തും അറ്റാക്ക് ചെയ്യുമ്പോൾ ഓർത്തോണം, പ്രാർത്ഥനയും വേണം, പ്രവർത്തനം വേണം. അതിന്റെ അർത്ഥം എല്ലാവരും ഒരുപോലെ ഏക മനസ്സോടെ പോകണമെന്ന പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഒരു വാക്കൂടെ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ 11-ാമത്തെ വാക്യം വായിച്ചേ. 11-ാമത്തെ വാക്യം. മോശ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ അതൊക്കെ തിരുത്തി പറയുക, മോശ പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. പിന്നെ മോശ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, ആ വാക്ക് ഇച്ചിരി കടുപ്പമാണെന്നാണ് എന്റെ അഭിപ്രായം. മോശ പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കുമെന്നും
മോശ പ്രാർത്ഥിക്കാത്തപ്പോൾ ഇസ്രായേൽ തോക്കുമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കടുപ്പ കുറവുണ്ടെന്നായിരുന്നു എൻ്റെ അഭിപ്രായം. അതായത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ജയഘോഷമായിട്ട് മുമ്പോട്ട് പോകാം, നമ്മൾ പ്രാർത്ഥന കുറച്ചാൽ നമുക്ക് പരാജയം ഉണ്ടാകും എന്ന് പറയുന്ന കുറച്ചുകൂടെ നല്ലത്. അതിന് പകരം മോശ ഇവിടുന്ന് പറഞ്ഞിരിക്കുന്ന ആത്മാവ്, മോശ പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ ജയിക്കും, മോശ പ്രാർത്ഥിക്കാത്തപ്പോൾ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന കുറവ് ശത്രുവിനെ ജയിപ്പിക്കാനാണ്, അല്ലേ? മനസ്സിലായി ഞാൻ പറഞ്ഞ്? ഇത്ര കഠിനമാണ്. നമ്മൾ പരാജയപ്പെടുത്തി പറഞ്ഞാൽ നമുക്ക് സഹിക്കാം, അങ്ങ് സഹിക്കാം തൽക്കാലം. പക്ഷെ അതിന് പകരം എന്റെ പ്രാർത്ഥന കുറവ് ശത്രുവിനെ ജയിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ കുറ്റക്കാരനല്ലേ? അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ ഞാൻ പറയട്ടെ, വളരെ ആത്മാർത്ഥത്തോട് പറയാം, പ്രാർത്ഥന കുറയ്ക്കരുത്, പ്രാർത്ഥന കുറയ്ക്കരുത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കും. സമാധാനമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നമുക്കുള്ള ആരോഗ്യത്തിൽ തൃപ്തിപ്പെടാം. ചികിത്സക്കായിട്ട് പോവാം, നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് ആവശ്യങ്ങളൊക്കെ കൊടുക്കും. നമ്മൾ വിളിക്കുന്ന പലരും രോഗമുള്ളവരാ. ഞാൻ പലപ്പോഴും രോഗികളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ രോഗത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? നമുക്കറിയാവുന്ന ചില രോഗികളുണ്ട്, കട്ടിലേ കിടന്നിട്ട് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്ന ചില ആൾക്കാർ ഉണ്ട്, അല്പം പോലും ആഹാരം കഴിക്കാൻ കഴിയാതിരിക്കുന്നവർ ഉണ്ട്, ഇത്രയും ഗുളിക കഴിക്കേണ്ടവർ ഉണ്ട്. അവരെയൊക്കെ ഓർത്താൽ മതി. അവരെയൊക്കെ ഓർക്കുമ്പോൾ ഞാൻ അവരെക്കാളൊക്കെ എത്രയോ മെച്ചം. അതോർത്ത് നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ രോഗമല്ല എൻ്റെ വിഷയം, മറ്റൊരുത്തരെ എന്നെക്കാൾ എത്രയോ കഷ്ടം നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ആദ്യ കാര്യത്തിന് അങ്ങനെയല്ല കേട്ടോ. ആദ്യ കാര്യത്തിന് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടു സൗരന്മാരെയും അല്ല. അങ്ങനെ കമ്പയർ ചെയ്താൽ നമ്മൾ എപ്പോഴും പറയും ഞാനാ മെച്ചമെന്ന് പറയും. അത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ആരെയാണ്? അത് ആരെ കമ്പയർ ചെയ്യേണ്ടത്? അതിന് കമ്പയർ ചെയ്യേണ്ടത് കർത്താവിനെയാണ്. കർത്താവ് സ്നേഹിച്ചതുപോലെ, കർത്താവ് ജീവിച്ചതുപോലെ, കർത്താവ് ക്ഷമിച്ചതുപോലെ, കർത്താവ് മറുപടി പറഞ്ഞതുപോലെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൻ്റെ കുറവ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമുക്ക് താരതമ്യപ്പെടുത്തുന്നത് കർത്താവുമായിട്ടാകട്ടെ, വചനവുമായിട്ടാകട്ടെ. ഒരു ദിവസങ്ങളിൽ കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. നന്മ ലഭിക്കുന്നത് മറന്നു പോകട്ടെ. പ്രതികൂലം വരുമ്പോൾ പെട്ടെന്ന് പിറുപിറുക്കാനും കലഹിക്കാനും പരാതി പറയാനും വരട്ടെ. അതിന് മുമ്പ് ഇതൊരു അനുഭവിച്ച നന്മ ഒന്ന് അയവിറക്കി ഒന്ന് ചിന്തിച്ച് ആ കാര്യത്തിൽ നന്ദിയോടെ ജീവിച്ചാൽ പരാതി പറയാതെ ജീവിക്കാനായിട്ട് സാധിക്കും. ഈ ചിന്ത പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും കൂട്ടായ്മ അനുഭവിപ്പാനും വ്യത്യസ്തമായി ജീവിപ്പാനും ഒക്കെ മുഖാന്തരമാക്കി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.